പാലക്കാട് നഗരസഭ നിർമ്മിക്കുന്ന ഭിന്നശേഷി നൈപുണ്യ കേന്ദ്രത്തിന് ഹെഡ്ഗേവാറിന്റെ പേരിടാൻ അനുവദിക്കില്ലെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബു. ചരിത്രത്തിൽ ഒറ്റുകാരന്റെ വേഷമാണ് ഹെഡ്ഗേവാറിനെന്നും എൻ സുരേഷ് ബാബു ആരോപിച്ചു. ഭിന്നശേഷി നൈപുണ്യ കേന്ദ്രത്തിന് RSS പ്രചാരകൻ ഹെഡ്ഗേവാറിന്റെ പേരിടുന്നതിനെതിരെ നഗരസഭയ്ക്ക് മുമ്പിൽ സിപിഎം നടത്തിയ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എൻ സുരേഷ് ബാബു. നഗരസഭയ്ക്ക് സ്വന്തമായി വിവിധ ഭാഗങ്ങളിൽ സ്ഥലമുണ്ടെങ്കിലും ടൗൺഷിപ്പ് വികസനത്തിനായി ദാനം കിട്ടിയ സ്ഥലത്ത് നൈപുണ്യ കേന്ദ്രം സ്ഥാപിക്കാൻ തീരുമാനിച്ച തന്നെ RSS അജണ്ടയാണ്. പൊതുമുതൽ കട്ടുമുടിക്കുന്ന കേന്ദ്ര സർക്കാർ നയം തന്നെയാണ് നഗരസഭയും തുടരുന്നത്. തെറ്റായ രീതിയിൽ സ്ഥലനിർണയം നടത്തിയിട്ടും എതിർക്കാതിരിക്കുന്നത് ഭിന്നശേഷി പുനരധിവാസത്തിന് സിപിഎം എതിരല്ലാത്തതുകൊണ്ടാണ്. ഒറ്റുകാരനായ ഹെഡ്ഗേവാറിന്റെ പേര് പാലക്കാടെന്നല്ല, കേരളത്തിൽ ഒരിടത്തും ഇടാൻ അനുവദിക്കില്ല. RSS അജണ്ട പിൻവലിച്ചില്ലെങ്കിൽ ശക്തമായ സമരം നേരിടേണ്ടി വരുമെന്നും സുരേഷ് ബാബു പറഞ്ഞു. ഈ നഗരത്തിലെ മുഴുവൻ ജനങ്ങളെയും അണിനിരത്തിക്കൊണ്ട് നിങ്ങളുടെ ഇത്തരം നിലപാടുകൾക്കെതിരായി ശക്തമായ പ്രക്ഷോഭം ഞങ്ങൾ അണിനിരത്തും. ഞങ്ങളതുകൊണ്ടാണ് വെറുതെ ഹെഡ്ഗേവാറിന്റെ പേര് വേണ്ടെന്ന് പറയുന്നതല്ല. ഒറ്റുകാരനാണ്, രാജ്യത്തിന്റെ ഒറ്റുകാരനാണ് ഈ ചരിത്രത്തിൽ ഹെഡ്ഗേവാറിന്റെ സ്ഥാനം. ആ ഒറ്റുകാരനെ, ആ രാജ്യദ്രോഹിയുടെ പേര് ഈ കേരളത്തിൽ പാലക്കാട് മുനിസിപ്പാലിറ്റി എന്നല്ല, കേരളത്തിൽ ഒരിടത്തും ആ പേര് കൊത്തിവെക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഒരിടത്തും അനുവദിക്കില്ല. നിങ്ങള് എന്താണ് മറ്റേ വീരപുരുഷനാണ്, ഭയങ്കര സേവകനാണ്. എന്ത് സേവനം? ബ്രിട്ടീഷുകാരന്റെ പാദസേവ നടത്തിയതാണ്. ആ കാലാപാനി സിനിമയില് മോഹൻലാല് ബ്രിട്ടീഷിന്റെ പട്ടാളത്തിന്റെ ഷൂ നക്കിയതുപോലെ ഒരു കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാരന്റെ പാദസേവ നടത്തി അവന്റെ ഷൂ നക്കിക്കൊടുത്ത പാരമ്പര്യമാണ് രാജ്യത്ത് RSSനുള്ളത്. സിപിഎം ഏരിയ സെക്രട്ടറി കെ കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ചു. CP പ്രമോദ്, സുരേഷ്, സരള, ചിഞ്ചു ജോസ് എന്നിവർ സംസാരിച്ചു. UTV ന്യൂസ്, പാലക്കാട്.